പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കട്ടെ. മതി. ഈ സങ്കീർത്തനം യാക്കോബിന്റെ ദാവീദിന്റെ അനുഗ്രഹങ്ങളാണ്. യുദ്ധത്തിലെ അനുഗ്രഹങ്ങളും സമാധാനവും, അങ്ങനെ ചുരുക്കി പറഞ്ഞ അനുഗ്രഹമാണ്. ഏതാണ്ട് ഒരു 10ാമത്തെ വാക്യം തുടങ്ങി നമുക്ക് കാണാം. അതിൽ 12ാമത്തെ വാക്യം എല്ലാവരും ഇന്നു തൊട്ട് അത് മുമ്പോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇത് മക്കളുടെ അനുഗ്രഹമാണ്. നമ്മുടെ തലമുറയുടെ, നമ്മുടെ ആമ്പിള്ളേർ എങ്ങനെ ഇരിക്കും? വായിച്ചേ. ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും. കണ്ടോ? ബോധമില്ലാത്തവരാകുമോ? വിദ്യാഭ്യാസമില്ലാത്തവരാകുമോ? ഒരു കഴിവില്ലാത്തവരാകുമോ? എങ്ങനെ ഇരിക്കുന്ന? വായിച്ചേ. ബാല്യത്തിൽ വളരുന്ന തൈകൾ പോലെയും. എങ്ങനല്ല, തഴച്ചു വളരുന്ന തൈകൾ പോലെ. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ഒരു ദൈവ പൈതലിന് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ഭാവിയില്ലാതെ പോകില്ല. അവർ വിദ്യാഭ്യാസമില്ലാതെ പോകില്ല. അവർ അനുഗ്രഹിക്കപ്പെടാതെ പോകില്ല. കാരണം എഴുത്തുകാരൻ പറയുകയാണ്, ആമേൻ, തൈകളെന്നല്ല അവിടെ വായിച്ചത്, തഴച്ചു വളരുന്ന തൈകൾ പോലെ. ഹല്ലേലൂയ പറഞ്ഞേ. അത് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ അതൊന്ന് നോക്കിയത് കേട്ടോ. ഞാനിപ്പോ ഇവിടെ വെച്ചൊക്കെ പറയാം. യെരുശലേമിലെ തൈകൾ വളരെ വ്യത്യാസമാണ്. എന്നാലും നമ്മുടെ നാട്ടിലെ തൈ നോക്കാം. നമ്മുടെ നാട്ടിലെ ചെറിയ തൈത്തെങ്ങ് കണ്ടിട്ടുണ്ടോ? വലിയ തെങ്ങ് കണ്ടോ? വലിയ തെങ്ങിന് ഒരു 3-4 ഓല കാണും. ഒരു തേങ്ങ ഇങ്ങനെ. എന്നാ തൈത്തെങ്ങ് കണ്ടോ? അതിന്റെ ഓലയ്ക്ക് ഭയങ്കര നീളവാ, നല്ല പച്ച കളറാ. അതിന്റെ ഓലക്കാലിലൊക്കെ എത്രയും വീതി കാണും. പറഞ്ഞ് മനസ്സിലായോ? അതിന്റെ മടലൊക്കെ വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മുകളിലോട്ട് പോയ തെങ്ങയിൽ ആകെ 2 തേങ്ങയെ കാണത്തുള്ളൂ. എന്നാൽ ഒരു തൈത്തെങ്ങ നോക്കിയാൽ ഏറ്റവും കുറഞ്ഞ ഒരു 5 എണ്ണമെങ്കിലും കാണും. സ്തോത്രം പറഞ്ഞു. അങ്ങനെ എന്നാൽ യെരുശലേമിലെ തൈകൾ ഇതിനേക്കാൾ വ്യത്യാസമാ. സ്തോത്രം. അവിടുത്തെ ഒരു തൈക്കകത്തെ ഫലം ഈ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നു എന്ന് 128-ാം സങ്കീർത്തനം. വായിക്കണ്ട. അതിന്റെ അർത്ഥം അവിടുത്തെ ചരിത്രവും സംഭവവും കൂടെ നമ്മൾ അറിയണം കേട്ടോ. മേശയ്ക്ക് ചുറ്റും, മേശ എന്ന് പറയുന്നത് കൂട്ടായ്മയാണ്, ആരാധനയാണ്, സന്ധ്യാപ്രാർത്ഥനയാണ് കേട്ടോ. സ്തോത്രം പറഞ്ഞ്. അപ്പൊ കൂട്ടായ്മയുടെ ചുറ്റും എല്ലാരും വേണം കേട്ടോ. ഓക്കെ, അതോടെ നിൽക്കട്ടെ. ഒലിവ് തൈകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഒലിവില്, വലിയ ഒലിവ്, എല്ലാരും കൂടെ ശ്രദ്ധിക്കണേ. ഈ വലിയ ഒലിവ് ഫലം കായ്ച്ചു കഴിയുമ്പോൾ വെയിറ്റ് കൂടും. വെയിറ്റ് കൂടുമ്പോൾ ആ ഒലിവിന്റെ കമ്പ് ഇങ്ങനെ താഴോട്ട് ചായും, വെയിറ്റ് താങ്ങാൻ വരാം. അങ്ങനെ വരുമ്പോൾ ഈ താഴേന്ന് പൊങ്ങി വരുന്ന തൈ ഉണ്ടല്ലോ, അങ്ങോട്ട് ചെന്നിട്ട് ഇതിനെ താങ്ങി പിടിക്കും. മനസ്സിലായോ? അത് കണ്ടേച്ചാണ് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ഒലിവ് തൈകൾ പോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മാതാപിതാക്കളുടെ ഭാരങ്ങളിലും വേദനകളിലും ഒരു കൈത്താങ്ങായി താഴേന്ന് വരുന്ന ഒലിവ് തൈകൾ എന്ത് ചെയ്യും? ഈ കമ്പിന് ബലം ഇല്ലാതെ വരുമ്പോൾ, അതിന് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ, വെയിറ്റ് കൂടുമ്പോൾ, ആ കമ്പ് താഴോട്ട് ചാഞ്ഞു വരുമ്പോൾ അതിനെ ചവിട്ടീന്ന് കയറി വരുന്ന ഒലിവ് തൈ എന്ത് ചെയ്യും? മുകളിലോട്ട് വളർന്നു എന്നിട്ട് അതിനെ താങ്ങി നിർത്തും. ഒരല്ലേലൂയ പറഞ്ഞ്. ഇതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒരാൺകുഞ്ഞുണ്ടെങ്കിൽ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഈ സങ്കീർത്തനം വായിച്ചിട്ട് വൈകിട്ട് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചേക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ വരണം. ഹല്ലേലൂയ പറഞ്ഞേ. അവർ വ്യത്യസ്തരാ. ഞാൻ എപ്പോഴും പറയുമല്ലോ, ദൈവമക്കൾക്ക് എന്തുണ്ട്? പുറപ്പാട് പുസ്തകം വായിക്കണ്ട, വാക്യം ഞാനങ്ങ് പറഞ്ഞേക്കാം. 8-ാം അധ്യായത്തിലാണ് ഫറവോൻ. അല്ല, അതൊക്കെ വായിച്ചു കേൾപ്പിക്കാം. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവമക്കൾ അറിയണമല്ലോ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം എടുത്തേ, എന്നിട്ട് വേണം എനിക്ക് വേഗം എടുത്തേ. 8-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങള്, മുഴുവൻ വാക്യവും വായിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് നമുക്കതിന്റെ 22-ാമത്തെ വാക്യം
അടി വരയിട്ടെ. ആ പദം കണ്ടോ? വ്യത്യാസം ആർക്കാ? എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ദൈവമക്കളുടെ മക്കൾക്ക് വ്യത്യാസമുണ്ടോ? നിങ്ങൾ പറ. ഹല്ലേലൂയ പറഞ്ഞ്. അവര് ലോകക്കാരെ പോലെ ആയിരിക്കുവോ? ഇല്ല. ഹല്ലേലൂയ പറഞ്ഞ്. ആമേ. അപ്പൊ നമ്മൾ ഓർക്കണം, നാമേ ഇസ്രായേലിനെ നോക്കിയിട്ട് പറയാണ്, ഇതെന്റെ ജനമാണ്. ഫറവോൻ രാജാവേ, നിന്റെ രാജ്യത്തെ ജനത്തെ പോലല്ല, എന്റെ ജനത്തിന് വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ പറഞ്ഞ്. അങ്ങനാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് വ്യത്യാസം. എന്തിന്? പഠിത്തത്തിൽ വ്യത്യാസം മറ്റുള്ളവരെക്കാൾ, ബുദ്ധിയിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യാസം, കഴിവിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യാസം, അനുഗ്രഹത്തിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യാസം, ജീവിതത്തിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യാസം. ഹല്ലേലൂയ പറ. ദൈവമക്കളുടെ തലമുറയ്ക്ക് അത് ഉണ്ടായിരിക്കണം. എന്റെ ജനത്തിന് വ്യത്യാസം ഞാൻ വെക്കും. നാളെ രാവിലെ തൊട്ട് നീ നോക്കിക്കോ, നിന്റെ ജനത്തിന്റെ ഇടയിൽ ഇല്ലാത്ത പ്രത്യേകതകൾ എന്റെ ജനത്തിന്റെ ഇടയിൽ നിനക്ക് കാണാൻ പറ്റും. വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമുക്കും നമ്മുടെ ഭവനത്തിനും വ്യത്യാസം, നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം, നമ്മുടെ നടപ്പിന് വ്യത്യാസം, നമ്മുടെ ഇടപെടലിനൊക്കെ വ്യത്യാസം, നമ്മുടെ എല്ലാ മേഖലകളിലും എന്ത് കാണണം? ഈ വ്യത്യാസം കാണണ്ടേ? ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നോട്ട് അത് കാണണം. മറ്റുള്ളവർ നോക്കുമ്പോ, എടാ ഇവര് സാധാരണക്കാരെ അല്ല, എന്തോ ഒരു വ്യത്യാസം അല്ലേ? സ്തോത്രം. അപ്പോൾ ആൺകുഞ്ഞുങ്ങൾ വലിയ അനുഗ്രഹമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിലേ ഇത് വന്ന് ഭവിക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകണം. അവരുടെ പഠിത്തവും വിദ്യാഭ്യാസവും ഭാവിയും എല്ലാം അനുഗ്രഹമാകണം. ദാവീദ് എന്താ പറഞ്ഞത്? ദാവീദ് ഇങ്ങനെ ഒത്തിരി രാജ്യങ്ങളിൽ കൂടി ഇങ്ങനെ കറങ്ങി, പല രാജ്യത്തോട് പുള്ളി ഇങ്ങനെ കറങ്ങി. അപ്പൊ കറങ്ങി നടക്കുന്ന സമയത്തൊക്കെ പുള്ളി എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഏറ്റവും ഒടുവിൽ പുള്ളിക്ക് ഒരു നല്ല വാർദ്ധക്യമായപ്പോ പുള്ളി പറയാണ്, ഞാൻ പോയിടത്തൊന്നും നീതിമാന്റെ മക്കൾ അപ്പമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ പല രാജ്യങ്ങളിൽ കൂടെ കടന്നുപോയി, പല ദേശത്തൂടെ കടന്നുപോയി. അവിടെയൊന്നും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ തലമുറകൾ ആമേൻ തകർന്നത് ഞാൻ കണ്ടിട്ടില്ല, അപ്പമിരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, അവർ ദാരിദ്ര്യത്തിലും ഇല്ലായ്മയിലും തകരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത് ദാവീദിന്റെ അനുഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്നലെ പ്രാർത്ഥനയുടെ ആരാധനയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ കാര്യം തീർന്നില്ല. ഞാനിപ്പോ അതിന്റെ ബാക്കി പറയാം. ഇതിലേക്ക് ഇത് തീരട്ടെ. അപ്പം ഇനി ആ വാക്യം വായിച്ച 12ാമത്തെ വാക്യം, 144 സങ്കീർത്തനം. പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും. രണ്ടാമത് പെൺകുഞ്ഞിന്റെ അനുഗ്രഹം കേട്ടോ. ഞങ്ങളുടെ പുത്രിമാർ എങ്ങനെ ഇരിക്കുമെന്നാ ദാവീദ് പറഞ്ഞത്? ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ അരമനയുടെ മാതിരി കൊത്തിയ മൂലത്തൂണുകൾ പോൽ. സ്തോത്രം. ഇത് ഒന്ന് കണ്ടാൽ ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. കേട്ടാൽ പിടി കിട്ടുകയില്ല അത്ര അങ്ങോട്ട്. അന്നത്തെ കാലത്തെ രാജകൊട്ടാരത്തിന്റെ മൂലത്തൂണ്, 3 തൂണ് ഒന്നിക്കുന്നതാണ് മൂലത്തൂണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ മൂലത്തൂണിനകത്ത് ശലോമോന്റെ കൊട്ടാരത്തിന്റെ മൂലത്തൂണിലെല്ലാം സ്വർണം പതിച്ചിട്ട് അതിലെല്ലാം എന്ത് ചെയ്തിരിക്കുക? കൊത്തുപണി നടത്തി മനോഹരമായ പൂക്കളുകളും മനോഹരമായ ചിത്രങ്ങളും അതിനകത്ത് കൊത്തി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് മുഴുവനും സ്വർണം കൊണ്ട് പൊതിഞ്ഞിരിക്കുക. ശേബ രാജ്ഞി ആഫ്രിക്കയിൽ നിന്ന് ശലോമോനെ കുറിച്ച് കേട്ടിട്ട് ഇവിടെ കൊട്ടാരത്തിൽ വന്നപ്പോഴാണ്
ശേബാരാജിക്ക് മനസ്സിലായത് കേട്ടതിനേക്കാൾ ഭയങ്കരമാണ്. ഹല്ലേലൂയ ആമേൻ. പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് ശലോമോൻ രാജാവിന്റെ ഒരു കൊട്ടാരത്തെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. അതാണ് അരമന എന്ന് വായിക്കുന്നത്. ആ കൊട്ടാരത്തിന്റെ ഒരു തൂണ് വെളിയിലോട്ട് എടുത്തിട്ടാൽ അതിന് കോടികൾ വിലയാണ്. സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ. കാരണം അത് മുഴുവനും സ്വർണം പൊതിഞ്ഞതാണ്. സ്വർണത്തിലാണ് ഈ കൊത്തുപണികളെല്ലാം ചെയ്തിരിക്കുന്നത്. ആ ഹല്ലേലൂയ. തൂണെടുത്ത് കാണിച്ചിട്ട് പറയാണ്, ഞങ്ങളുടെ പെമ്പിള്ളാർ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടു. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. നമ്മുടെ ആൺകുഞ്ഞിനേക്കാൾ അനുഗ്രഹമാണ് പെൺകുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം പറ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നമ്മൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണ്ടേ? ആമേൻ. ഈ വാക്യം വായിച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. സീരിയൽ കാണാനല്ല സന്ധ്യ, വാക്യം വായിച്ചിട്ട് കൊച്ചുകളെല്ലാം വിളിച്ചിരുത്തി അനുഗ്രഹിച്ച് മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. കാരണം ഈ വചനം അത് നിറവേറും. ദൈവത്തിന്റെ വചനമാണിത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആൺകുഞ്ഞുങ്ങൾ ബാല്യത്തിൽ വളരുന്ന തൈകൾ പോലെ എന്ന് പറഞ്ഞാൽ, ബാല്യത്തിൽ വളരുന്ന തൈക്ക് എന്തില്ല? ആരോഗ്യത്തിന് കുറവില്ല, കേടുപാടുകൾക്ക് കുറവില്ല, ഫലത്തിന് കുറവില്ല. അതിനൊരു വലിയ കുറ്റം ഒന്നും നമുക്ക് പറയാനില്ല. എന്ന് പറഞ്ഞാൽ അത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആമേൻ. സ്തോത്രം. മനസ്സിലായല്ലോ? ഹല്ലേലൂയ. അപ്പൊ ഈ ഒരിക്കലും മറക്കാതെ എല്ലാരും അടി വര ഇട്ട് വെച്ചേരും. എല്ലാരും എന്നും ഇത് വായിച്ച് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മറന്നു പോകരുത് കേട്ടോ. ആമേ. പുറപ്പാട് പുസ്തകത്തിൽ വായിച്ചു കേട്ടോ. എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും വ്യത്യാസം. ആ വ്യത്യാസം പഠിത്തത്തിൽ കാണണം. ആ വ്യത്യാസം പിള്ളേരുടെ ബുദ്ധിയിൽ കാണണം. ആ വ്യത്യാസം നമ്മുടെ കഴിവിൽ കാണണം. ഹല്ലേലൂയ. ആ വ്യത്യാസം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാണണം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പുറത്തുള്ളവരെക്കാൾ വ്യത്യാസം ആർക്കുണ്ട്? ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിനുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആ വ്യത്യാസം നമ്മുടെ നടപ്പിലൂടെ മറ്റുള്ളവർ കണ്ട് തിരിച്ചറിയണം. എന്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാൻ വ്യത്യാസം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. ആമേൻ. ആമേൻ. ഇനി പ്രാർത്ഥനയുടെ സ്തോത്രം. ആ വാക്യം ഒന്നുകൂടെ നമുക്ക് വായിക്കാം അല്ലേ? എന്നാലേ അതിന്റെ അർത്ഥം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ അത് വായിക്കാം. എന്നിട്ട് പ്രാർത്ഥനയുടെ ഫലം കൂടെ ഞാൻ പറയാം. നമ്മൾ ആ വാക്യം ഏതാ? ഇന്നലെ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ കേട്ട പ്രസംഗം ഇപ്പോ അറിയാം, അവരുടെ മനസ്സിലുണ്ട്. ഇപ്പൊ കേട്ടോണ്ട് ഏതാ വാക്യം ഒന്ന് പറഞ്ഞേ. 31:7 ഒരാള് പറഞ്ഞു കേട്ടോ. കുറച്ചേരും ഉണ്ടല്ലേ. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 8 അല്ലെങ്കിൽ 7 തൊട്ടുള്ള വാക്യങ്ങളാണ്. 4-7. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ ആ. വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും. 24 മൂപ്പന്മാര് സ്വർഗത്തിൽ നിൽക്കുക. എവിടെ? കർത്താവിന്റെ മുൻപിൽ. ഹല്ലേലൂയ. ആ മൂപ്പന്മാരുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? സ്വർണ ധൂപകലശം, സ്വർണം കൊണ്ടുള്ള പാത്രം. ആ പാത്രത്തിൽ എന്താ ഇരിക്കുന്നത്? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന. ഇനി ഒന്നുകൂടെ വായിച്ചു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ. നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ രാത്രിയും പകലും കണ്ണുനീരോടെയും ഉപവാസത്തോടെയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെന്ന് വീഴുന്നത് ഈ പാത്രത്തിലാ. ഹല്ലേലൂയ. 24 മൂപ്പന്മാർ എപ്പോഴും ദൈവസന്നിധിയിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഏറ്റെടുത്ത് ഈ ധൂപകലശത്തിനകത്തിട്ടിട്ട് അത് ദൈവത്തിൽ കർത്താവിന്റെ മുമ്പിൽ വെക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഒന്നും വെറുതെ ആയിട്ടില്ല. എല്ലാം മുകളിലുണ്ട്, ഈ പാത്രത്തിലുണ്ട്. സ്തോത്രം. 24 മണിക്കൂറും ഈ പാത്രം ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ട് വെച്ച് അവർ ആരാധിക്കുന്നു. വീണ്ടും അവരെന്ത് ചെയ്യാണ്? വീണ്ടും വരുന്ന പ്രാർത്ഥനകൾ ഈ ധൂപകലശത്തിൽ നിറച്ച് വീണ്ടും ദൈവസന്നിധിയിൽ അവർ കൊണ്ടുവച്ച് ആരാധിക്കുകയാണ്. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ മുൻപിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഞാൻ പറയുന്നു, പ്രത്യേക സമയമെടുത്ത് പ്രാർത്ഥിക്കണം, ഉറക്കം ശകലം കുറച്ചിട്ട്. ഹല്ലേലൂയ പറഞ്ഞ് തീർച്ചയായും നിന്റെ പ്രാർത്ഥന എവിടേക്കാ പോകുന്നത്? വിശുദ്ധന്മാരുടെ ധൂപകലശത്തിലേക്ക് വീഴുകയാ. ഈ പ്രാർത്ഥന എന്ന ഈ പാത്രം ദൈവത്തിന്റെ മുമ്പിൽ വെക്കുകയാ. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. ഇനി 8-ാം അധ്യായത്തിലോട്ട് പോയി വെളിപ്പാട് വായിച്ച സിസ്റ്ററെ. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപ കലശവുമായി വന്നു, യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണ പീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ. കേട്ടോ, സ്വർഗത്തിലൊരു കുറെ അധികം പാത്രം എടുത്തിട്ട് ഈ മുമ്പോട്ട് വന്ന ദൂതന്റെ കൈ കൊടുത്ത്. എന്തിനാ കൊടുത്തത്? സ്വർണ്ണപാത്രം. എന്തിനാ കൊടുത്തത്? ഇവിടുന്ന് വരുന്ന പ്രാർത്ഥനകളെല്ലാം അതിൽ ചേർക്കാൻ. കണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആമേ, സ്തോത്രം പറഞ്ഞ് അനേക മാതാപിതാക്കളും അനേക ദൈവമക്കളും വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ദൈവത്തിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ശേഖരിക്കാൻ വേണ്ടി ഒരു ദൂതന്റെ കയ്യിലോട്ട് ഒരു പാത്രം കൊടുത്തു. ആ പാത്രത്തിൽ ദൂതൻ ഇതെല്ലാം കൂടെ ശേഖരിച്ചിട്ട് എന്ത് നടന്നു? അടുത്ത വാക്യം വായിച്ചേ. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ഈ പ്രാർത്ഥന വിശുദ്ധന്മാരുടെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് കയറി. ആമേ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, പ്രാർത്ഥന വെറുതെ ആകത്തില്ല. പ്രാർത്ഥന വെറുതെ ആകത്തില്ല. അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ സ്വർണ്ണ പാത്രത്തിലെ പ്രാർത്ഥന ദൈവത്തിന്റെ കരത്തിലേക്ക് അടുത്തിരുന്നു. അന്നേരം കർത്താവ് എന്ത് ചെയ്തു നോക്കിക്കേ, അങ്ങോട്ട് അടുത്ത് ചെന്നപ്പോ ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു. ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഉണ്ടായി. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അകത്തോട്ട് സ്വർഗത്തിലെ യാഗപീഠത്തിലെ തീക്കനൽ നിറച്ചിട്ട് അത് തിരിച്ചു ഭൂമിയിലേക്ക് അതിന്റെ മറുപടി വരിക. സ്വത്രം പറഞ്ഞ് അതിന്റെ മറുപടി ഭൂമിയിലേക്ക് വരുന്ന മോഡല് പറഞ്ഞ കേട്ടോ, ഇടിമുഴക്കം പോലെ. ഹല്ലേലൂയ പറഞ്ഞ് ആ പ്രാർത്ഥനയുടെ മറുപടി വലിയ ശക്തിയോടെ ഭൂമിയിലേക്ക് വരികയാ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദിവസം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ശക്തിയോടെ നിന്റെ വീട്ടിലെത്തും. ഹല്ലേലൂയ പറഞ്ഞ് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരു ദിവസം അത് നിന്റെ അടുക്കലെത്തും. അത് എത്താതിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഊസിക്കാത്തവരെല്ലാം ഒന്ന് ഊസിക്കണം. സ്തോത്രം പറഞ്ഞ് വാസം എടുക്കാത്തവരെല്ലാം ഒന്ന് വാസം എടുക്കണം. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ചില ദിവസങ്ങൾ വേർതിരിച്ച് വാസം പ്രത്യേകം എടുക്കണം. കാരണം ഇതിന് മറുപടി ഒരു 8-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു കേട്ടോ. ഈ പ്രാർത്ഥന എന്ന സ്വർണ്ണപാത്രത്തിലെ സ്വർഗത്തിലെ യാഗപീഠത്തിലെ തീ നിറച്ചിട്ട് അത് താഴോട്ട് ദൂതന്റെ കൈ കൊടുത്തു വിടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് താഴെ വരുമ്പോൾ അതിന്മേൽ ദൈവത്തിന്റെ വലിയ ശക്തിയുടെ വ്യാപാരം ഉണ്ടാകുന്നു. അവിടെ വലിയ ഇടിമുഴക്കം ഉണ്ടാകുന്നു. അങ്ങനെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയുടെ മറുപടി താഴേക്ക് വരുന്നുവെന്നാണ് നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ പറഞ്ഞ് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തീർച്ചയായും ഞാൻ പറയട്ടെ, മറുപടി വരും, മറുപടി വരും. ഈ പ്രാർത്ഥനയുടെ വില, അതിന്റെ വില നമുക്കൊരു വിലയില്ല. നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഒരു ഭക്തി ഇല്ലാതെയും ഒരു വിലയില്ലാതെയും ഒക്കെയാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിന് വലിയ വെയിറ്റ് ഒന്നും കൊടുക്കാറില്ല നമ്മളെ. സ്തോത്രം. എന്നാ പ്രാർത്ഥനയുടെ വില കണ്ടോ? എന്താ പ്രാർത്ഥനയുടെ വില? ഈ പ്രാർത്ഥന പൊതിയുന്ന പാത്രത്തിന്റെ പേരെന്താ അവിടെ വായിച്ചത്? സ്വർണ്ണ ധൂപകലശം. എന്താ അതിന്റെ പേര് വായിച്ചത്? സ്വർണ്ണ ധൂപകലശം. പ്രാർത്ഥന പൊതിയുന്നത് സ്വർണത്തിനകത്താ.
ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം കേട്ടോ, നമ്മളെല്ലാവരും സ്വർണം പൊതിഞ്ഞ് സൂക്ഷിക്കും. പക്ഷെ നമ്മുടെ കർത്താവ് അങ്ങനല്ല. കർത്താവ് സ്വർണത്തെക്കാൾ വിലയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയ്ക്ക്. ആ പ്രാർത്ഥന സ്വർഗത്തിൽ പൊതിയുന്നത് സ്വർണത്തിന്റെ കലശത്തിനകത്താണ്. ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്കും ആ പ്രാർത്ഥന വാചകങ്ങൾക്കും സ്വർഗം കൊടുക്കുന്ന വില എത്ര വലുതാണ്. സ്തോത്രം പറഞ്ഞേ. എത്രയോ വിലയാണ്. സ്വർണ പാത്രത്തിനകത്താണ് ഇത് ദൈവം സൂക്ഷിക്കുന്നത്. അതിനകത്ത് നമ്മളാണല്ലോ ഒരു ചെറിയ മോതിരം മതി 25 പ്രാവശ്യം പൊതിഞ്ഞ് കബോർഡിന്റെ ഏറ്റവും അകത്ത് കൊണ്ട് വെക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥന ഈ സ്വർണം കൊണ്ട്, സ്വർഗത്തിലെ സ്വർണമാ. ഇവിടുത്തെ 22 ക്യാരറ്റ് ആണെങ്കിൽ അത് മുഴുവൻ സ്വർണമാ. ആ ഫുൾ സ്വർണത്തിനകത്താണ് പ്രാർത്ഥന വെച്ചേക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞു. അപ്പോ ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് എത്ര വിലയുണ്ട്. യേശുവേ സ്തോത്രം. എത്ര പേര് തീരുമാനിക്കും, ഇന്ന് തൊട്ട് എന്റെ പ്രാർത്ഥനയുടെ അളവ് ഞാൻ കൂട്ടും, കാര്യം എന്താണ്? പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയെല്ലാം 8ാമത്തെ വാക്യം കണ്ടല്ലോ. ആ പ്രാർത്ഥനയെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. പ്രാർത്ഥന എന്താണ്? ഇത് പറയാനുള്ള കാരണം, കത്തോലിക്കരും യാക്കോബക്കാരും മർത്തോമക്കാരും പ്രാർത്ഥനയ്ക്ക് ഒരു പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ട് പ്രാർത്ഥന അവർ ചൊല്ലുകയാണ്. അവരെങ്ങനെ ചെയ്യട്ടെ. പക്ഷെ പ്രാർത്ഥന പുസ്തകവും ചൊല്ലലുമല്ല. അതിനെ അറിയണമെങ്കിൽ യോഹന്നാൻ 17-ാം അധ്യായത്തിലെ ആ പ്രാർത്ഥനയ്ക്ക് ഇട്ടേക്കുന്ന പേര് പൗരോഹിത്യ പ്രാർത്ഥന എന്നാ. യേശുക്രിസ്തു കാൽവരി ക്രൂശിലും ആമേൻ അല്ലെങ്കിൽ ഗെഥസമന തോട്ടത്തിനും കാൽവരിക്കും ഇടയ്ക്ക് വെച്ച് ഒരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, മുൻപേ ഞാൻ നിന്റെ അടുക്കൽ ഇരുന്നതുപോലെ എന്നെ നിന്റെ മഹത്വത്തിലേക്ക് ചേർക്കണമെന്നാണ് അവസാനത്തെ പ്രാർത്ഥന. ഇത് കഴിഞ്ഞാൽ പിന്നെ യേശുവിന് പ്രാർത്ഥനയൊന്നുമില്ല. പിന്നെ കാൽവരി ക്രൂശിൽ കിടന്നുള്ള പ്രാർത്ഥനയുള്ളൂ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പിതാവിനോട് പുത്രൻ സംസാരിക്കുകയാണ്. പിതാവിനോട് പുത്രൻ സംസാരിക്കുകയാണ്. അതാണ് പ്രാർത്ഥന. പിതാവിനോട് പുത്രൻ സംസാരിക്കുന്നു, അതാണ് പ്രാർത്ഥന. എല്ലാം മനസ്സിലായോ? ഇല്ല. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാണ്, അത് എഴുതി പറയുന്നതല്ല. ഹല്ലേലൂയ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് വന്ന് എനിക്ക് ചോറ് വിടുന്ന പേപ്പറിൽ എഴുതി തരുവാണോ? അത് എഴുതി തന്നാൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവോ? പ്രാർത്ഥന നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അത് പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളോട് സംസാരിക്കുന്നത് മാറിയിരുന്ന് എഴുതി പഠിച്ചിട്ടാണോ? ഹല്ലേലൂയ പറഞ്ഞേ. ഒരിക്കലുമല്ല. അത് നമുക്കറിയാവുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. ചിലർ പറഞ്ഞ പ്രാർത്ഥന എനിക്ക് അറിയത്തില്ല, ഇതന്നെ പഠിക്കണ്ട. നിങ്ങളുടെ അപ്പന്മാരോടും അമ്മമാരോടും ഒക്കെ സംസാരിക്കുന്നത് എങ്ങനെയാണ്? 6-7 വർഷം പഠിച്ചു വന്നിട്ടാണോ? ആണോ? പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കേണ്ടതാണ്. അതിന് പ്രത്യേകം പഠിക്കേണ്ട. അറിയാവുന്നത് പോലെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കാര്യം ഒന്ന് പറഞ്ഞാൽ മതി. അതാണ് പ്രാർത്ഥന. അല്ലാതെ പ്രാർത്ഥന പ്രത്യേകിച്ച് സാഹിത്യ ശൈലിയിലും പ്രത്യേകിച്ച് വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ച് എഴുതി ഉണ്ടാക്കുന്നതല്ല പ്രാർത്ഥന. അതിന് തെളിവാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു പിതാവിനോട് സംസാരിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു നിമിഷം കേട്ട വചനത്തിന് മുമ്പ് തീരുമാനമെടുത്ത എല്ലാവരും, ഞാനിപ്പോ 2 കാര്യം പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വചനം വായിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കാരണം അത് വചനത്തെ തെളിവാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഞങ്ങളുടെ തലമുറ ബാല്യത്തിൽ വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പെൺകുഞ്ഞുങ്ങൾ അരമനയുടെ മാതിരി കൊത്തിയ മൂലത്തൂണുകൾ പോലെ. ഈ തൂണിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. കോടിക്കണക്കിന് വിലയുണ്ട്, അത് മുഴുവൻ സ്വർണ്ണമാണ്. അത് നോക്കിയിട്ട് പറയും, ഇതുപോലെ ഞങ്ങളുടെ പെൺപിള്ളേർ സമർത്ഥരായിരിക്കും, അനുഗ്രഹിക്കപ്പെടും. പിന്നെന്താ തൂണിന്റെ പ്രത്യേകത? എന്താ തൂണിന്റെ പ്രത്യേകത?
തൂണിന്റെ പ്രത്യേകത ഈ കൊട്ടാരം പൊക്കി നിർത്തിയേക്കുന്ന ഈ തൂണ. ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഒരു ഭവനത്തിന്റെ ഉയർച്ചയും അതിന്റെ നിലനിൽപ്പും അതിന്റെ അനുഗ്രഹവും പെൺകുഞ്ഞുങ്ങളാണ്. ഹല്ലേലൂയ പറഞ്ഞ്. തൂണില്ലെങ്കിൽ കൊട്ടാരം താഴോട്ട് പോരും. ഹല്ലേലൂയ പറഞ്ഞ്. ഈ ശലോമോന്റെ വലിയ കൊട്ടാരത്തെ അതിനെ വലിയ പ്രസിദ്ധമാക്കി വലിയ ഉന്നതമായ നിലയില് അതിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ തൂണാണ്. അതിനെ ഉയർത്തി നിർത്തിയിരിക്കുന്നത് ഈ തൂണാണ്. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഒരു കുടുംബത്തെ ഉയർത്തുന്നതും അതിനെ വലുതാക്കുന്നതും അതിനെ ശ്രേഷ്ഠമാക്കുന്നതും പെൺകുഞ്ഞുങ്ങളാണ് അതിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, ഒരു നിമിഷം എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ച്, ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവിന്റെ കരത്തിലേൽപ്പിച്ച് ആ കൂട്ടത്തെ കൈയുടെ ഒന്ന് അടിച്ച് ആരാധിച്ച്, നമുക്ക് ഒരു നിമിഷം കൈയടിച്ച് എല്ലാരും ഒന്ന് ആരാധിച്ച്, യേശുവിന്റെ നാമത്തിൽ ജയ്, യേശുവിന്റെ നാമത്തിൽ ജയ്. ഗൗഡാരാജ റീബാബാബ ദിഗംബരാര ജനഗൗഡാര റീബൽ ചന്ദ്രം ഔദീരവനം രക്താരംഭം ഗൗഡാരാജ റീബാബാബ. പ്രാർത്ഥനയുടെ അളവ് കൂട്ടണേ, അളവ് കൂട്ടണേ, അളവ് കൂട്ടണം. കാരണം ചില കഥക് തുറക്കത്തില്ല. ചില കഥക് തുറക്കണമെങ്കിൽ അതിന്റെ അളവ് കൂടിയാലേ തുറക്കത്തു. അളവ് കൂട്ടണം. അതാ വായിക്കുന്ന, വാതൊക്കെ നിൽക്കുന്ന മനുഷ്യൻ മുട്ടിയിട്ട് തുറന്നില്ല, മുട്ടിച്ചപ്പം തുറന്നു. മുട്ടിച്ചപ്പം മുട്ടിയാ തുറക്കുന്നത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മുട്ടിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അകത്ത് കിടക്കുന്ന പുള്ളിക്ക് കിടക്കാൻ മേലാത്ത രീതിയിൽ ഇദ്ദേഹം മുട്ട് ശക്തമാക്കി. ഇദ്ദേഹം അതിന് വലിപ്പം കൂട്ടി, അതിന് ശബ്ദം കൂടുതലായി, അതിന് ശക്തി കൂടുതലായി, അതിന് ബലം കൂടുതലായി. അപ്പോൾ ആ മുട്ടിന് ബലം കൂടിയപ്പോൾ, ശക്തി കൂടിയപ്പോൾ തുറക്കത്തില്ലെന്ന് പറഞ്ഞ ആൾ എഴുന്നേറ്റു, ആ കതക് തുറന്നു കൊടുത്തു. അതുകൊണ്ട് ദൈവവൈതലേ, പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടണം. ശക്തി കൂട്ടണമെങ്കിൽ ഉപവാസം തന്നെ എടുക്കണം. സ്തോത്രം പറഞ്ഞ് സമയം വേർതിരിച്ച് അതിനുവേണ്ടി തീരുമാനവും പ്രതീക്ഷ എടുത്ത് താഴ്ത്തി കൊടുത്ത് ഉപവാസം തന്നെ എടുത്താല് പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുന്നത്. ശക്തി കൂടാതെ തുറക്കത്തില്ല. ചില വാതല് അകത്ത് കിടക്കുന്ന പുള്ളി എടുക്കാൻ സാധാരണ ശക്തി കൂടിയപ്പോ മുട്ടിക്ക നിമിത്തം ഏറ്റവും ഒടുവിൽ എഴുന്നേറ്റ് തുറന്ന കാര്യമല്ല. ഈ പുള്ളിക്ക് അതിനകത്ത് കിടക്കാൻ ഒക്കത്തില്ല. ഈ പുറത്ത് നിൽക്കുന്ന ആൾ ഇട്ടേച്ചു പോലെ അതേ വീണ്ടും വീണ്ടും ശക്തി കൂട്ടുക, വീണ്ടും വീണ്ടും. അപ്പൊ തുറക്കാത്ത വാതിലെ. ഇപ്പൊ വിസ കിട്ടാത്തടത്ത് കിട്ടുവോ? വഴി ഇല്ലാത്തടത്ത് വഴി ഉണ്ടാകുവോ? ശക്തി കൂടിയാൽ ഉണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടട്ടെ, പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടട്ടെ, പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടട്ടെ. ഇനിയും പ്രാർത്ഥനയുടെ നന്മകളും അനുഗ്രഹങ്ങളും ശത്രുവിന് തകർക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ഒക്കെ പുറകിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതിന്റെ തെളിവാണ് മോശ. മോശയ്ക്ക് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേ? എൻ്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കരച്ചിൽ ഞാൻ കണ്ടോ. അപ്പം 20 ലക്ഷം പേരാണ് ഈ അടിമത്തത്തിൽ കിടക്കുന്നത്. സമ്മിശ്ര ജാതി ഉൾപ്പെടെ 30 ലക്ഷം ഉണ്ട്. അവര് കിടന്ന് കരയുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. ആമേ, ഫറവോന്റെ അടിമനുഖത്തിൽ കിടന്ന് വേദനിക്കുന്ന 10-25 ലക്ഷം പേര് വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ വിടുവിക്കാൻ ഒരാളെ അയക്കണേ, ഞങ്ങളെ വിടുവിക്കാൻ എത്രയും പെട്ടെന്ന് വഴി തുറക്കണമേ, വഴി തുറക്കണമേ. ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് മോശെ ദൈവം അയക്കാൻ പോകുന്നത്. മോശെ മിസ്രൈമിലേക്ക് വിടുതല്ലേ. അതിന്റെ പുറകിൽ എത്ര ലക്ഷം പേരുടെ പ്രാർത്ഥനയുണ്ട്? 20 ലക്ഷം പേരുടെ പ്രാർത്ഥന. ഹല്ലേലൂയ പറഞ്ഞേ. മോശയെ ദൈവം ഈ ഭൂമിയിൽ, മോശ ജനിച്ചത് ഇസ്രായേലിന്റെ വിടുതലിനാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോളം, മോശയുടെ ജനനത്തിന്റെ പുറകിൽ 20 ലക്ഷം പേരുടെ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. 20 ലക്ഷം പേരുടെ പ്രാർത്ഥന അതിന്റെ പുറകിലുണ്ട്.
ഫറവോ രാജാവ് ജനിച്ചപ്പോ കൊല്ലാൻ ഓർഡർ ഇട്ടു. പക്ഷെ മോശെ തൊടാൻ കഴിഞ്ഞില്ല. അവിടെ എഴുതിയിരിക്കുന്നത് സുതികർമ്മിണികൾ പെൺകുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ഞെക്കി കൊന്നുകളയാൻ ഫറവോ രാജാവ് ഡ്യൂട്ടിക്കാളെ ഇട്ടു. അവിടെ എഴുതിയിട്ടുണ്ട് 1-ാം അധ്യായത്തിൽ സിപ്ര എന്നും സുപ്ര എന്നും പറയുന്ന 2 പേര് ഡ്യൂട്ടിക്കിട്ട് വിട്ടുവയ്പ്പന്മാരെ ആൺകുഞ്ഞിനെ കൊല്ലാൻ. പക്ഷെ അവര് മോശയെ കൊന്നില്ല. അത് കഴിഞ്ഞ ഉടനെ പോലീസിനും പട്ടാളത്തിനും ഓർഡർ ഇട്ടു ഇങ്ങനെ കൊണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞേക്കാൻ. എന്നിട്ടും മോശെ കൊല്ലാൻ പുള്ളിക്ക് പറ്റിയില്ല. സ്തോത്രം പറയ്. എന്നിട്ടും മോശെ കൊല്ലാൻ പുള്ളിക്ക് പക്ഷെ അത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു 3 മാസം വരെ ഈ കുഞ്ഞിനെ മാതാപിതാക്കൾ വളർത്തി. അത് കഴിഞ്ഞപ്പോൾ അവർക്കും പേടിയായി. കാര്യം എന്താണെന്ന് വെച്ചാല് ഈ കുഞ്ഞിന്റെ ശബ്ദമൊക്കെ വെളി കേൾക്കും. വെളി കേട്ട് കഴിഞ്ഞാൽ പോലീസ് കയറി വന്ന് പിടിക്കും. പിടിച്ചിട്ട് ഈ കുഞ്ഞിനെ വളർത്തിയതിന്റെ അവരെ കൂടെ കൊല്ലും. സ്തോത്രം. ഈ അടിമ വീട്ടിലൊക്കെ ഈ 3 മാസം കഴിയുമ്പോൾ കുട്ടിക്ക് പേരൊക്കെ ഇടും. അതൊരു വിരുന്നാ. അങ്ങനെ അയൽവക്കംകാരൊക്കെ കയറി വരുമ്പോഴത്തേന് ആൺകുഞ്ഞാണെന്ന് അറിയും. ആൺകുഞ്ഞുങ്ങളെ കൊല്ലണമെന്നാ പറവൻ ഓർഡർ ഇട്ടിരിക്കുന്നത്. ഇതുവരെ ആൾക്കാർ ചിന്തിച്ചിരിക്കുന്ന ആ വീട്ടിൽ ജനിച്ചത് പെൺകുഞ്ഞാന്ന് ഓർത്തിരിക്കുക. കാരണം ഈ മോശെ പുറത്തോട്ട് എടുക്കുകയല്ല, ഒരാരും കാണത്തില്ല. അപ്പോൾ അറിയുമ്പോ ഫറവോ രാജാവ് അറിയും. അപ്പൊ പുള്ളി ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് രാജകൽപ്പനയ്ക്ക് വിരുദ്ധമായി ആൺകുഞ്ഞുണ്ടായിട്ട് എന്തുകൊണ്ട് കൊട്ടാരത്തിൽ അറിയിച്ചില്ല, പോലീസിനെ അറിയിച്ചില്ല എന്ന് ചോദിച്ച് അപ്പനെയും കൊല്ലും, അമ്മയും കൊല്ലും, എല്ലാരെയും കൊല്ലും. അതുകൊണ്ട് അപ്പനും അമ്മയും പെങ്ങളും ചേട്ടനും എല്ലാം കൂടി തീരുമാനിച്ചു, നമ്മൾ ചാകും. നമുക്കതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇവനെ ആരും കാണാതെ ആ നൈൽ നദിയുടെ തീരത്ത് കൊണ്ട് വെച്ചേക്കാം. അപ്പനും അമ്മയും എല്ലാവരും കൂടി തലേ ദിവസം പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം കുഞ്ഞിനെ കൊണ്ടുവന്ന് നൈൽ നദിയുടെ തീരത്ത് വെച്ചു. എല്ലാവരും പോയി, പെങ്ങള് മാത്രം പോയില്ല, ഇച്ചിരി ദൂരെ മാറി നിൽക്കുക. ഇതാണ് രക്തബന്ധത്തിന്റെ പ്രത്യേകത. കൂട്ടുകാരൊക്കെ മാറിയാലും രക്തബന്ധത്തിന് അനർത്ഥങ്ങളിൽ മാറാൻ പറ്റുകയില്ല. അവര് മാറത്തില്ല. കാരണം അത് ചോരയ്ക്ക് ചോരയാ. മനസ്സിലായോ? അപ്പം ഈ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കുന്നതും അതിനെ രാത്രിയിലൊക്കെ ഉറക്കുന്നതും എല്ലാം ഈ പെങ്ങള് കൊച്ചൂടെ കൂടിയാ. സ്തോത്രം പറഞ്ഞ് മിറിയാമ പെങ്ങളുടെ പേര് കേട്ടോ. അപ്പം മിറിയാം ഇങ്ങനെ മാറി നിൽക്കുക. എന്തു സംഭവിക്കുമെന്നൊന്നും പറയാൻ കഴിയത്തില്ല. 3-ാമത്തെ ട്രിപ്പ്, ആദ്യത്തെ പ്രാവശ്യം ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു, 2-ാമത്തെ പ്രാവശ്യവും രക്ഷപ്പെട്ടു. ഈ പ്രാവശ്യം രക്ഷയില്ല. കാരണം കുഞ്ഞിനെ കൊണ്ട് വെച്ചു. ആമേ കുറെ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് കരയും, ആൾക്കാരൊക്കെ അറിയും, ഓടി വരുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങൾ എടുക്കത്തില്ല. കാര്യം എബ്രായ കുഞ്ഞാ, എടുത്തുപോയി എടുക്കുന്നോട്ട് തല പോവും. ഫറവോ രാജാവ് ഓർഡർ ഇട്ടിരിക്കുന്നത് എബ്രായ കുഞ്ഞുണ്ടായ ഉടനെ കൊല്ലണം. അതുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളും എടുക്കത്തില്ല. എടുത്തു പോയാൽ എന്ത് സംഭവിക്കും? യുവക്കളെ, നമ്മുടെ തലമുറകൾ വലിയ അനുഗ്രഹമാണ്. സ്തോത്രം, വലിയ അനുഗ്രഹമാണ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോൾ കൊട്ടാരത്തിൽ രാജകുമാരിക്കൊരാഗ്രഹം. അവർ ഈ നൈൽ നദി അവരുടെ ദൈവമാണ്. നൈൽ നദി ആരാധിക്കുന്നവരാ. അതുകൊണ്ടാണ് ഈ നൈൽ നദി വന്ന് കുളിക്കുന്നത്. അല്ല രാജകുമാരിമാരും നൈൽ നദി കുളിക്കത്തില്ല. നമ്മളൊക്കെ ഉണ്ടല്ലോ, വലിയ വീട്ടുകാരും തോട്ടിപ്പോയി കുളിക്കുമോ? അവരാരും കുളിക്കത്തില്ല. അവർക്കൊക്കെ വീട്ടിൽ കുളവും കുളിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഈ രാജകുമാരി കുളിക്കാൻ പറ്റുന്നത് വെച്ചാല് ഇതാ. നിങ്ങളൊന്ന് ആലോചിച്ച്, രാജകുമാരിക്ക് വെറുതെ വരാൻ പോവോ? ഇവിടുത്തെ രാജകുമാരി വെറുതെ പോവോ? രാജാക്കന്മാര് പോകും? പോകത്തില്ല. രാജാക്കന്മാര് പോണമെങ്കിൽ കുറഞ്ഞത് ഒരു 50 പോലീസ് തലക്കലും ഒരു 50 പോലീസ് ഇല്ലാതെ അവര് പോകത്തില്ല. തലക്കലും പോക്ക് പിടിച്ചവും പുറയിലും തലയിലും ഒക്കെ നിൽക്കണം. അതുകൊണ്ട് രാജകുമാരിക്ക് ഈ ആറ്റിലോട്ട് നൈൽ നദിയിലോട്ട് വരാനൊക്കത്തില്ല. വരണമെന്നുണ്ടെങ്കിൽ തോഴിമാരെയും കൊണ്ട് ഈ സെക്യൂരിറ്റിയും കൊണ്ടേ വരാനൊക്കത്തുള്ളൂ. സ്തോത്രം. അങ്ങനെ പുള്ളിക്കാരത്തി ഇവിടെ കുളിക്കാൻ വന്നപ്പോഴത്തേന് ഈ കുഞ്ഞിനെ കണ്ടു. ഓടിച്ചെന്ന് പുള്ളിക്കാരത്തി എന്നെ എടുത്തിട്ട് ആദ്യം പറഞ്ഞ പദം എഴുതിയിട്ടുണ്ട്, ഇതൊരു എബ്രായ കുഞ്ഞ്. എന്റെ അപ്പം കൊല്ലാൻ ഓർഡർ ഇട്ട കൊച്ചാന്നാ ഇവള് പറഞ്ഞത്. എന്നിട്ട് അവൾ ആ കൊച്ചിനെ തോള ഇട്ടിട്ട് പറഞ്ഞു, ഇവനെ ഞാൻ കൊല്ലാൻ കൊടുക്കത്തില്ല, ഇവനെ ഞാൻ എന്റെ മോനായിട്ട് വളർത്തും. ഹല്ലേലൂയ പറഞ്ഞേ. ഇവനെ ഞാൻ കൊല്ലാൻ കൊടുക്കത്തില്ല, ഇവനെ ഞാൻ എൻ്റെ മോനായിട്ട് വളർത്തും.
അറിയാതെയല്ല, എബ്രായ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്തു പഠിച്ചു? ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് 20 ലക്ഷം പേരുടെ പ്രാർത്ഥനയുടെ നന്മയാണ് മോശ. അതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ പറഞ്ഞ്. അതിനെ തകർക്കുവാൻ ആർക്കും ഫറോ രാജാവിന്റെ ഓർഡർ ഇട്ടു. അതേ രാജാവിന്റെ വീട്ടിലേക്ക് ഇയാളെ മോശയെ കൊണ്ടുപോയിട്ട് അതേ രാജാവിനെ മോശയുടെ വല്യപ്പനാക്കി ദൈവം മാറ്റി. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവമക്കളെ, ഇതാണ് പ്രാർത്ഥന. ദൈവമക്കളോട് ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവത്തിന്റെ നന്മകളെ തകർക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. മോശ എന്ന അനുഗ്രഹം, മോശ എന്ന നന്മ, മോശ എന്ന വ്യക്തി 20 ലക്ഷം പേരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് അതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ്. ഫറവോന്റെ നിയമങ്ങൾ മോശയുടെ മുമ്പിൽ പരാജയപ്പെട്ടു. ഫറവോന്റെ പോലീസും പട്ടാളവും എല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ ആ പോലീസുകാരും പട്ടാളക്കാരും മോശയെ തോളിലിട്ടോണ്ട് നടക്കുക. രാജകുമാരനാ, സ്തോത്രം, തോളിലിട്ടുകൊണ്ട് നടക്കുക. ഇപ്പൊ എന്ത് ചെയ്യാ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആരെടുക്കും? വല്യപ്പച്ചന്മാരെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ദേഹത്തോട്ട് മുള്ളി വെക്കും. മോശ 100 പ്രാവശ്യം ഫറവോന്റെ ദേഹത്ത് മുള്ളി. മോളെ കൊച്ചൽ എടുക്കാതിരിക്കാൻ നിൽക്കുവോ? കൊല്ലാൻ ഓർഡർ ഇട്ടതാണ് ഈ പുള്ളി. ഇപ്പൊ ആ പുള്ളിയാണ് സദ്യക്ക് പാട്ട് പാടി ഉറക്കുന്നത്. പാല് കൊടുക്കുന്നത് ആ പുള്ളിയാ. സ്തോത്രം പറഞ്ഞു. മോളെ കൊച്ചിന് അപ്പന് പാല് കൊടുക്കാതിരിക്കാൻ വെക്കുവോ? കണ്ടോ? കൊല്ലാൻ ഓർഡർ ഇട്ടവനെ കൊണ്ട് വാവോ പാടിപ്പിച്ച് അവനെ കൊണ്ട് പാലും കൊടുത്ത് അവന്റെ തോളെ കിടത്തി പാട്ടുപാടി ഉറക്കിക്കുന്ന ദൈവം, ഇതുപോലൊരു ദൈവം വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്താ കാര്യം? ഇതാണ് പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങള് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക്, ഒരു നന്മയ്ക്ക്, ഒരു അനുഗ്രഹത്തിനും പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ശത്രുവിന് പൊളിക്കാൻ പറ്റത്തില്ല. 20 ലക്ഷം പേര് അപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ വിടുവിക്കാൻ ഇങ്ങോട്ട് ആരെയും വിടണമെന്നും പറഞ്ഞു. അപ്പൊ ഇവൻ തകർന്നു പോയ പിന്നെ ആരങ്ങോട്ടും പോകും? അതുകൊണ്ട് മുട്ടുമുടക്കി പ്രാർത്ഥിക്കുക. ദിവസങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി കണ്ടോ? ജനിച്ചപ്പോ കൊല്ലാൻ ഓർഡർ ഇട്ടു, നടന്നോ? അത് കഴിഞ്ഞപ്പം നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലാൻ ഓർഡർ ഇട്ടു, നടന്നോ? 3-ാമത്തെ പ്രാവശ്യം തീർച്ചയായിട്ടും നൈൽ നദിയുടെ തീരത്ത് കൊണ്ട് വെച്ചിട്ട് അപ്പനും അമ്മയും എല്ലാം പോയി. കാരണം ആരെങ്കിലും പോലീസുകാര് എടുത്ത് വെള്ളത്തിലോട്ടം കിട്ടും, പട്ടാളക്കാരിടും. 3-ാമത്തെ പ്രാവശ്യം മരിക്കണം. എന്നിട്ടും മരിച്ചോ? എന്താ കാര്യം? 25 ലക്ഷം പേരുടെ കണ്ണുനീര്, എന്റെ ജനത്തിന്റെ നിലവിളി മോശേ ഞാൻ കേട്ടു, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുക്കൽ വന്നേക്കുന്നത്. നിന്റെ പുറകിൽ 22 ലക്ഷം 30 ലക്ഷം പേരുടെ പ്രാർത്ഥന ഇപ്പോഴും നിന്റെ പുറകിലുണ്ട്. സ്തോത്രം പറഞ്ഞാട്ട്. ഇപ്പോഴും ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നീ ജീവിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ദൈവമക്കളെ, പ്രാർത്ഥിച്ചെന്തെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ തൊടാൻ ജീവിതത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഫറവോന് പോലീസ് ഇല്ലായിരുന്നോ? പട്ടാളമില്ലായിരുന്നോ? അധികാരമില്ലായിരുന്നോ? പണമില്ലായിരുന്നോ? എന്നിട്ട് എന്തേലും നടന്നോ? ഒന്നും നടന്നില്ല. സ്തോത്രം. പ്രാർത്ഥന. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ആരൊക്കെ അളവ് കൂട്ടും? ഇന്നോട്ട് പ്രാർത്ഥന കൂട്ടുവോ? ഭാഷ കാണിക്കാൻ വേണം ഞാൻ കയ്യത്തെ. പ്രാർത്ഥനയുടെ അളവ് കൂട്ടുവോ? പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? പ്രാർത്ഥന എവിടോട്ടാ ചെല്ലുന്നത്? സ്വർണപാത്രത്തിലോട്ട്. കണ്ടല്ലോ? സ്തോത്രം. 8-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടോ. അനേകം ധൂപകലശം ഒരു ദൂതന്റെ കൈ കൊടുത്ത്. എന്തിനാ? ഈ ഭൂമിയിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയെല്ലാം ഈ പാത്രത്തിലാക്കി ദൈവസന്നിധിയിലോട്ട് കൊണ്ടുചെല്ലാൻ. സ്തോത്രം. അതങ്ങോട്ട് കൊണ്ടുചെന്നപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? സ്വർഗത്തിലെ തീക്കനൽ വാരി ഈ പാത്രത്തിൽ നിറച്ചിട്ട് അത് താഴേക്ക് അതിന്റെ മറുപടി അയക്കുക. അത് ഇടിമുഴക്കം പോലാണ് താഴോട്ട് വരുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സ്വർഗത്തിലെത്തും. അവിടുന്ന് മറുപടിയും വരും.
ഹല്ലേലൂയ. സ്തോത്രം. മറുപടിയും വരും. ആ പ്രാർത്ഥന സ്വർഗത്തിലെ എത്തുകയും ചെയ്യും. ആമേൻ. സ്തോത്രം. ആ അപ്പം മോശയുടെ അപ്പനും അമ്മയും എല്ലാം കൂടെ തലേദിവസം പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഇവിടെ കൊണ്ട് വെച്ചു. നൈൽ നദിയുടെ തീരത്തെ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. എല്ലാവരും പോയി. പെങ്ങൾ അവിടെ നിൽക്കുക, അമ്മ പോയി. അപ്പൊ ഞാനൊരു ചോദ്യമാണ് കേട്ടോ. ആമേൻ. സ്തോത്രം. ഇവന്റെ കുഞ്ഞു പ്രായത്തിൽ റൂബി ഇവനെ റോഡ് സൈഡിൽ കൊണ്ട് വെച്ചിട്ട് പോവോ? തല പോയാലും പോവില്ല. ഒരിക്കലും ഒരമ്മ ഒരു കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേച്ച് പോവോ? പോകത്തില്ല. പിന്നെന്താ മോശയുടെ അമ്മ പോയത്? നൈൽ നദിയുടെ തീരത്ത് കൊണ്ട് വെച്ചിട്ട് എന്തുകൊണ്ട് മോശയുടെ അമ്മ പോയി? ഒരു പെറ്റ തള്ളയ്ക്ക് അത് പറ്റുമോ? സ്തോത്രം. തൻ്റെ സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ട് വെച്ചു ആരെങ്കിലും കൊന്നേക്കാൻ വെച്ചു പോവാ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ആ സ്ത്രീ വെറുതെ പോയതല്ല. ആ സ്ത്രീ കഴിഞ്ഞ ചില ദിവസങ്ങളായി അവനെ കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഞാൻ കൊണ്ടുവെക്ക, നാളെ എന്റെ കുഞ്ഞിനെ വിടുവിച്ചോണം. സ്വത്രം. എന്റെ കുഞ്ഞിനൊരു പോറല് പോലും ഏക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെ വിടുവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവേ, ഞാൻ നിന്റെ പക്കൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം ആ മാതാവും പിതാവും പെങ്ങളും പ്രാർത്ഥിച്ചിട്ടാണ് കൊണ്ടുവച്ചത്. ആ ധൈര്യത്തിലാണ് ആ മാതാവ് പോകുന്നത്. മാതാവിനറിയാം, ഞാൻ പ്രാർത്ഥിച്ച് എന്റെ കുഞ്ഞ് തകരുകയില്ല, ശത്രുവിന് എന്റെ കുഞ്ഞിനെ തകർക്കാൻ കഴിയില്ലെന്നറിയാം. സ്തോത്രം. അല്ലാതെ ഒരിക്കലും ഒരു പെറ്റതള്ള കുഞ്ഞിനെ കൊണ്ട് എന്നെ തോട്ടിലിട്ട് ഓടിപ്പോവോ? സ്തോത്രം. അവർക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ഒരിക്കലും മരിക്കത്തില്ല, അവന് വഴി ദൈവം തുറക്കും. ആ പ്രാർത്ഥനയുടെ മറുപടി അവരുടനെ കണ്ടു. സ്തോത്രം. രാജകുമാരിയെ കൊണ്ടുവന്ന് ദൈവം ആ കുഞ്ഞിനെ ഇടിപ്പിച്ചിട്ട് അവരെ അന്ന് രാജകുമാരിയുടെ അടുക്കലോട്ട് മിറിയാം ഓടിച്ചെന്നു. മിറിയാം ഈ പെങ്ങളാണെന്നൊന്നും രാജകുമാരി കരുതില്ല. അതുകൊണ്ട് മിറിയാം പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ പാല് കൊടുക്കാൻ ഒരു തള്ളയെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. സ്വന്തം തള്ളയെ കൊണ്ടുവരാ. ആമേ. സ്തോത്രം. അപ്പൊ രാജകുമാരി പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ രാജകുമാരി ഈ തള്ളയെ കൊണ്ടുവന്നു. ആ മോശയുടെ തള്ളയെ തന്നെ മോശയുടെ തള്ളയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ നീ പാല് കൊടുത്ത് വളർത്തി എൻ്റെ അടുക്കൽ കൊണ്ട് ഏൽപ്പിക്കണം. സ്തോത്രം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? രാജകുമാരി തള്ളയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. സ്തോത്രം. പാല് കൊടുത്ത് വളർത്താൻ വേണ്ടി രാജകുമാരിക്ക് കൊട്ടാരത്തിലെ കൊണ്ടുവന്ന് കൊച്ചിനെ ഏൽപ്പിക്കണം സന്ധ്യയാകുമ്പോൾ. അല്ലെങ്കിൽ രാജകുമാരിയെ കൊണ്ട് കാണിക്കണം. തിരിച്ചിവിടെ കൊണ്ടുവന്ന് പിന്നെ എന്ത് ചെയ്തോണം? ഒരു വളർത്തണം. പിന്നെ അവിടെ കൊണ്ടുവന്ന് കാണിക്കണം. ഓക്കെ. ഇപ്പൊ നിങ്ങൾ എന്താ ഇതിനകത്തുനിന്ന് പഠിച്ചത്? സ്തോത്രം. വഴി തുറന്നെന്ന് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ കണ്ടോ, ഇപ്പം രാജകുമാരിക്ക് കൊച്ചിനെ കാണാൻ ഇങ്ങോട്ട് വരണ്ടേ? രാജകുമാരിക്ക് കൊച്ചിനെ കാണാൻ വരണ്ടേ? സ്വന്തം മോനല്ലേ. അപ്പൊ രാജകുമാരി എങ്ങനെയാ ഇങ്ങോട്ട് വരുന്നത്? ഇത് അടിമ വീടല്ലേ, ഇത് അടിമകൾ താമസിക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ നിങ്ങൾ നോക്കണം, രാജകുമാരിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്രത്യേക റോഡുണ്ടായി, അവിടെ കറണ്ട് ഉണ്ടായി, രാജകുമാരിയുടെ സപ്പോർട്ട് ഉണ്ടായി. ഇപ്പൊ മോശം മുഖാന്തര ദേശം കൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. കേട്ടോ, മോനെ കാണാൻ തള്ള വരുമ്പോഴത്തേന് രാജകുമാരി തള്ള വരുമ്പോഴത്തേന് ഇവിടെ കുതിരവണ്ടി വരണ്ടേ, ഇവിടെ തേര് വരണ്ടേ? രാമേ. അപ്പൊ അടിമ വീട്ടിലോട്ട് തേര് വരാനുള്ള റോഡായില്ലേ, വഴിയായില്ലേ, അവിടെ വെട്ടമായില്ലേ, വെളിച്ചമായില്ലേ. പിന്നെ കുഞ്ഞിനെ വളർത്തുന്നവർക്കെല്ലാം കൊട്ടാരത്തിൽ നിന്ന് സാലറി ആയില്ലേ. ചുരുക്കി പറഞ്ഞ് ഇപ്പൊ മോശം മുഖാന്തരം ആ ദേശം തന്നെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇതാണ് ദൈവമക്കളെ, ദൈവമക്കളുടെ തലമുറയുടെ ഗുണം. സ്വത്രം പറഞ്ഞാട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും മുഖാന്തരം ചുറ്റുപാടും കൂടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ പറഞ്ഞത്. ഇപ്പൊ ഡെയിലി കുഞ്ഞിനെ കാണാൻ രാജകുമാരി ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് കൊണ്ടുചെല്ലണം. ഇവരങ്ങോട്ട് കൊണ്ടുചെല്ലണമെങ്കിൽ അവിടുന്ന് പട്ടാളം ഇവിടെ വന്നിട്ട് മോശയെ അമ്മയും കുഞ്ഞിനെയും കൊണ്ട് പ്രത്യേക തേരിനകത്ത് അവിടെ കൊണ്ടുപോവാ. സ്വത്രം പറ. അപ്പൊ അങ്ങോട്ടുള്ള വഴി ഇങ്ങോട്ടുള്ള വഴിയും വരവും പോക്കും ഒക്കെ വിശാലമായി. ഹല്ലേലൂയ പറഞ്ഞേ. മറ്റേ ഈ അടിമകൾ കിടക്കുന്നതൊന്നും ആരും ചെല്ലുകയില്ല. ഇപ്പൊ കണ്ടോ എന്ത് മാറ്റം വന്നെന്ന് നിങ്ങൾ ഓർത്ത് നോക്കിക്ക്. എത്ര വിശാലത വന്നിരിക്കുകയാണ്. മോശ
ഒരു കുടുംബത്തിൽ. പിന്നെ അമ്മയ്ക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക, സാലറി ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുക കൊച്ചിനെ വളർത്തുന്നതിന്. അങ്ങനെ വീട്ടിലെ ദാരിദ്ര്യവും മാറി, ബുദ്ധിമുട്ടും മാറി, ഏറിയ കറണ്ടുമായി, റോഡുമായി, വീടുമായി. രാജകുമാരി വരുന്ന വീട് അടിമ വീടാകാം, നല്ല കെട്ടിടം പണിത് കൊടുത്തു, രാജകുമാരൻ വളരുന്ന വീടാതെ. അല്ലെലിയ പറഞ്ഞേ, ആ ചുറ്റുപാടിനൊക്കെ മാറ്റം വന്ന കണ്ടോ? സ്വത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എത്ര വലുതാണ്. അമ്മേ, അപ്പൊ ഇതുവരെയും ഇന്നത്തെ പ്രസംഗത്തിലോട്ട് വന്നില്ല. അങ്ങോട്ട് വരാൻ പോവാ. 15 മിനിറ്റേ ഉള്ളൂ, 7 ഞാൻ നടത്തും. ഓക്കെ, വായിക്കാം. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കിലേക്കും മടങ്ങി പോവുക, ഞാൻ നിന്നോട്. ഇത് ദൈവത്തിന്റെ മൂന്നാമത്തെ സന്ദർശനമാണ് കേട്ടോ. ആദ്യത്തെ സന്ദർശനം ഇവിടെ ഉൽപ്പത്തി 28 മറക്കരുത് കേട്ടോ. അവിടെ പോയി കിടന്നപ്പോ ഗോവേണി വഴി ഇറങ്ങി വന്ന് ആ രാത്രിയിൽ ദൈവം സന്ദർശിച്ചു. രണ്ടാമത്തെ സന്ദർശനം ഏതായിരുന്നു? ഇതേ അധ്യായത്തിൽ തന്നെ 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് ആ സന്ദർശനം കാണാം. ലാബാന്റെ ആട്ടിൻകുട്ടിൽ സ്വപ്നത്തിൽ ദൈവം ഇറങ്ങി വന്നു യാക്കോബിനെ സന്ദർശിച്ചു. സ്തോത്രം. അതിന്റെ പശ്ചാത്തലം ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു. ഏതാ? ലാബാൻ യാക്കോബിനെ ചതിച്ചു, 10 വട്ടം ചതിച്ചു. പിന്നെയും യാക്കോബിനെ ചതിച്ച് തകർക്കാമെന്ന് വിചാരിച്ച് ലാബാൻ തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ ദൈവം യാക്കോബിനെ സന്ദർശിച്ചു. സ്തോത്രം. അതാണ് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സ്വപ്നത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യാക്കോബേ, ഇന്ന് തൊട്ട് നിന്റെ സാമ്പത്തികത്തെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ ലാബാൻ ചതിച്ച് തകർക്കാം കെണി ഒരുക്കിയപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ട് ദൈവം ആ രാത്രിയിൽ യാക്കോബിനെ സന്ദർശിച്ചു. ഇതിപ്പോ മൂന്നാമത്തെ സന്ദർശനം. ആ ദൈവം മൂന്നാമതും യാക്കോബിനെ സന്ദർശിക്കുക. മൂന്നാമത്തെ യാക്കോബിന്റെ ദൈവത്തിന്റെ സന്ദർശനം ആ 31-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ കണ്ടോ? എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചു എന്ന്. ശ്രദ്ധിക്കുക, എപ്പോഴാന്നറിയാവോ? ലാബാന്റെ മുഖം കറുത്തു. ഇതുവരെ മോനെ മോനെ എന്ന് വിളിച്ച അപ്പൻ മോനെതിരായി മാറി, മുഖം കറുത്തു, എതിരായി, വൈരാഗ്യമായി. ഇപ്പൊ യാക്കോബിനെ ഇഷ്ടമല്ല. ഇതുവരെ ചിരിച്ച മോന്ത കറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഞാൻ ആഴമായി പറയാം, വെളുത്ത ചോറും കറുത്ത മോന്തയും. ഇതുവരെ യാക്കോബ് ചോറുണ്ടപ്പോൾ യാക്കോബിനോട് കൂടെ ചിരിച്ച് കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പന്റെ മുഖം കറുത്തെന്നാണ് അവൾ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞല്ലോ. യാക്കോബിനെതിരെ ലാബാന്റെ മുഖം കറുത്ത് ലാബാൻ യാക്കോബിനെതിരായപ്പോഴാണ് മൂന്നാമത്തെ പ്രാവശ്യം ദൈവം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ പറഞ്ഞത്. ഇതിന്ന് ഒരു പാഠം നമ്മൾ പഠിച്ചു. ദൈവമക്കൾക്ക് ആമേ എതിരായി ആരെഴുന്നേറ്റാലും ദൈവം ഇറങ്ങി വരാതിരിക്കില്ല. കർത്താവ് സന്ദർശിക്കും. രണ്ടാമത്, യാക്കോബിന്റെ അളിയന്മാരുടെ സ്വഭാവം മാറി. അതായത് ലാബാന്റെ മക്കള് പറയാണ്, ഞങ്ങളുടെ അപ്പന്റെ സ്വത്തെല്ലാം നീ എടുത്തു. അങ്ങനെ അളിയന്മാരും യാക്കോബിനെതിരായി പിണങ്ങി. പിന്നെ അപ്പനുമെതിരായി. ആമേൻ, സ്തോത്രം. അതിന്റെ അർത്ഥം മനസ്സിലായോ? ഒന്നുകൂടെ ആഴമായി ഞാൻ പറയാം. ചുറ്റുപാടുകൾ മുഴുവനും എതിരായി. സ്തോത്രം പറഞ്ഞ് ആ വീടും വീടിന്റെ ചുറ്റുപാടും ആ വീട്ടിലുള്ളവരും യാക്കോബിനെതിരായപ്പോൾ ദൈവം ഇറങ്ങി. ഇറങ്ങിയിട്ട് കർത്താവ് പറഞ്ഞ കാര്യം നോക്കിക്കോ. 31-1-2 വായിച്ച്. എന്നാൽ ഞങ്ങൾ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. അളിയന്മാരുടെ മോഹം മാറിയതുണ്ടോ? ഇതുവരെ ഒരുമിച്ച് ജീവിച്ചാ പറയാ, ഞങ്ങളുടെ അപ്പന്റെ മുതലല്ല നീ എടുത്തെന്നും പറഞ്ഞ് ഇപ്പൊ അളിയന്മാരെതിരായി. അടുത്ത ലൈൻ വായിരേ. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെ സമ്പാദിച്ചു എന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു.
യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറേ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു. അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ എപ്പോൾ അമ്മായിയപ്പന്റെ മുഖത്തിന്റെ ഭാവം മാറി, അളിയന്മാരുടെ ഇടപാടുകൾ മാറാൻ തുടങ്ങി, അവരുടെ സഹകരണങ്ങളൊക്കെ എതിരായി, അവരുടെ ഉള്ളിൽ പതിയെ അളിയന്മാര് വൈരാഗ്യം തുടങ്ങി. സ്തോത്രം. ഒറ്റ വാക്കിൽ വീണ്ടും ഞാൻ പറയുന്നു, ചുറ്റുപാടുകൾ മൊത്തം മാറി. വീട്ടിലെ അമ്മായിയപ്പന് മാറ്റം, അളിയന്മാർക്ക് മാറ്റം, ആ വീടിന്റെ ചുറ്റുപാടുകളെല്ലാം മാറിയപ്പോൾ ബേഥേലിൽ ഇറങ്ങിയ ദൈവം, ഹല്ലേലൂയ പറഞ്ഞ്, ആ രാത്രിയിൽ ഇറങ്ങി വന്ന അതേ ദൈവം തന്നെ, ആട്ടുംകുട്ടിൽ ഇറങ്ങി വന്ന അതേ ദൈവം തന്നെ വീണ്ടും ഇറങ്ങിയിട്ട് പറഞ്ഞു, യാക്കോബേ, ഇനിയും നീ ഇവിടെ താമസിക്കണ്ട, നീ ഒരു നിമിഷം പോലും ഇവിടെ താമസിക്കണ്ട, വേഗം ഇവിടെ നിന്ന് പുറപ്പെട്ടോളാൻ പറഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞ്, യാക്കോബിനെ പുറത്തെടുക്കാനാണ് ദൈവം ഇറങ്ങി വന്നത്. യാക്കോബിനെ വേഗം തന്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ദൈവം ഇറങ്ങി വന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവവൈതലേ, ലോകത്തിന്റെ പാപം മാറിയപ്പോൾ, അമ്മായിയപ്പന്റെ മുഖം മാറിയപ്പോൾ, അളിയന്മാരുടെ രീതി മാറിയപ്പോൾ, ചുറ്റുപാട് മാറിയപ്പോൾ, അതിനകത്തുനിന്ന് പുറത്തെടുക്കാൻ ദൈവം ഇറങ്ങിയെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, നിനക്കെതിരായി വരുന്ന ശത്രുവിന്റെ മുമ്പിൽ നിന്ന് നിന്നെ പുറത്തെടുത്ത് അനുഗ്രഹത്തിലേക്ക് നടത്തുവാൻ ഈ ദൈവം ഇറങ്ങി വരാതിരിക്കില്ല. ഹല്ലേലൂയ. നിന്നെ നടത്തിയ ദൈവം, ഇതുവരെ കൊണ്ടുവന്ന ദൈവം നിന്റെ പ്രശ്നത്തിൽ മാറി നിൽക്കുകയില്ല. ലാബാൻ യാക്കോബിനെതിരായപ്പോ ദൈവം മാറിയില്ല. ദൈവം ഉടനെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, യാക്കോബേ, നീ ഇവിടെ ഒരു നിമിഷം നിൽക്കണ്ട. എന്റെ ഭാഷയിൽ ഞാൻ അങ്ങ് പറയാം. എല്ലാരും വെപ്പും കൂടി എല്ലാം ഒരുപോലെയാ. ഈ വീട്ടിലെ അംഗങ്ങളായിട്ട് താമസം. ഇവിടെ ലാബാന്റെ മോളെയാ കിട്ടി. ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കണ്ട. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം, ഈ കറുത്ത മോന്ത ഇനി നീ കാണണ്ട, അതിന്റെ ആവശ്യം നിനക്കില്ല. രണ്ടാമത് എന്താണ്? ഈ മുഷിച്ചിലിന്റെയും ഈ പിണക്കിന്റെയും ചോറ് നീ കഴിക്കണ്ട, ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ നിന്റെ പിതാക്കന്മാരെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അവിടെ കിടപ്പോട് നിനക്ക് വീടും ചുറ്റുപാടും. അതുകൊണ്ട് ആരുടെയും വൈരാഗ്യവും, ആരുടെയും കോപവും, ആരുടെയും മുഷിഞ്ഞ മുഖവും, ആരുടെയും സന്തോഷമില്ലാത്ത ഭക്ഷണവും നീ കഴിക്കണ്ട, വേഗം വെളിയിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ദൈവമക്കളെ, നമ്മൾ ആരുടെയും മുഷിഞ്ഞ മുഖമൊന്നും കാണുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ പറഞ്ഞ്, ആരുടെയും കറുത്ത മോന്ത കണ്ട് ജീവിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആരുടെയും മുഷിച്ചിലും ആരുടെയും ഇഷ്ടമില്ലാത്തതും ആർക്കും സന്തോഷമില്ലാത്തതുമായ ഒരു ഭക്ഷണവും ആഗ്രഹവും നമുക്ക് വേണ്ട. കർത്താവ് വേഗം ഇറങ്ങാൻ പറഞ്ഞു. ഒരു നിമിഷം പോലും ഇനി ഇവിടെ ഈ വീട്ടിൽ നീ ചുറ്റുപാട് മാറിയപ്പോ പുറത്തെടുക്കാൻ ആളിറങ്ങി വന്ന കണ്ടോ? ഹല്ലേലൂയ പറഞ്ഞു. അതുകൊണ്ട് പേടിക്കേണ്ട ദൈവവൈതലേ, നിന്റെ ജീവിതത്തിലെ ചുറ്റുപാടുകൾ മാറുമ്പോൾ, നിനക്ക് പലരും എതിരാകുമ്പോൾ, സ്നേഹിച്ച പലരും മോന്ത കറക്കുമ്പോൾ, പലരും നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, പലരും നമ്മൾക്കെതിരാകുമ്പോൾ, വിളിച്ച പുള്ളി വെറുതെ ഇരിക്കത്തില്ല. വിളിച്ചയാള് വെറുതെ ഇരിക്കത്തില്ല. കർത്താവ് ഇറങ്ങി വരാതിരിക്കത്തില്ല. യാക്കോബിനോട് പറഞ്ഞു, വേഗം ഇറങ്ങിക്കൂ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ ഇരിക്കണ്ട. കണ്ടോ, ബേഥേലിൽ ഒരു രാത്രിയിൽ ഇറങ്ങി അവനെ ആശ്വസിപ്പിച്ച കർത്താവേ, ആട്ടുംകുട്ടിൽ ഇറങ്ങി അവനെ സന്ദർശിച്ച ദൈവം മൂന്നാമത്തെ പ്രാവശ്യവും ഇറങ്ങി പുറത്തെടുത്തു. വേഗം ഇവിടുന്ന് പൊക്കു, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. വേഗം ഇവിടുന്ന് ഈ കർത്താവ് ഇറങ്ങി വന്ന് യാക്കോബിനെ പുറത്തെടുത്തില്ലെങ്കിൽ യാക്കോബ് പുറത്തു വരികയല്ല. സ്തോത്രം, പുറത്തു വരികയല്ല. ആമേൻ. അതുകൊണ്ട് ആരെങ്കിലും ജീവിതത്തിൽ വെളി വരാൻ കഴിയാതെ ചില പ്രശ്നത്തിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ വാക്യം പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി നിന്നെ പുറത്തെടുക്കാൻ നിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വരും. സ്തോത്രം പറഞ്ഞ്, ഇന്ന് രാത്രി നിന്റെ കെട്ട് പൊട്ടിച്ച് നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിനക്കൊരു ഉടയവനുണ്ട്, അവൻ ഇറങ്ങി വരാതിരിക്കുകയില്ല. സ്തോത്രം പറഞ്ഞ് പൗലോസ് അങ്ങനെ പറഞ്ഞ്, കഴിഞ്ഞ രാത്രിയിൽ എന്റെ ഉടയവനും ഞാൻ വിളിക്കുന്ന ദൈവവും എന്റെ അടുക്കൽ ഇറങ്ങി. എപ്പോഴാ?
അപ്പോസ്തലപ്രവൃത്തി 28 അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, 14 രാത്രിയിൽ വെട്ടവുമില്ല വെളിച്ചവുമില്ലാതെ കപ്പലിന്റെ അടിത്തട്ടും തകർന്ന് എഞ്ചിനും കേടായി നടുക്കടലിൽ കിടന്നപ്പോൾ ഇന്നലെ രാത്രിയിൽ എന്റെ ഉടയവൻ ഇറങ്ങി വന്നു. എന്റെ ഉടയവൻ ഇറങ്ങി വന്നു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നമ്മുടെ തകർച്ചയിൽ വരുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ ഭാരങ്ങളിൽ വരുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ പ്രതികൂലത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ആരും നമുക്കെതിരായാലും ശത്രുവിന് ദൈവം നമ്മളെ വിട്ടുകൊടുക്കില്ല. ലാബാന്റെ മുഖം മാറിയപ്പോൾ പിന്നെ അവിടെ ദൈവം നിൽക്കാൻ അനുവദിച്ചില്ല. അളിയന്മാരുടെ സ്വഭാവം മാറിയപ്പോൾ അവിടെ നിൽക്കാൻ ദൈവം അനുവദിച്ചില്ല. പെട്ടെന്ന് അവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. ഇതിനെ പുറകെ ഇനി ഒത്തിരി ചരിത്രമുണ്ട് കേട്ടോ. ഞാൻ ആ ചരിത്രമൊക്കെ വിട്ടേച്ചവരുടെ കാര്യം. ലാബാൻ പണക്കാരനായത് യാക്കോബിനെ കൊണ്ടാണ്. സ്തോത്രം. 20 വർഷത്തെ അധ്വാനം പിടിച്ചു പറിച്ചിട്ടുണ്ട്. മക്കൾ അതാണോ പറഞ്ഞത്? ഞങ്ങളുടെ അപ്പന്റെ മുതൽ നീ എടുത്തെന്ന് ആൾമാര് പറയുന്നത്. സ്തോത്രം പറഞ്ഞേ, പ്രൈസല്ലോ. ഞങ്ങളുടെ അപ്പന്റെ മുതൽ നീ, അത് മുഴുവൻ കള്ളത്തരവാ. സ്തോത്രം. അപ്പൊ മൂന്നാമത് ദൈവം ഇറങ്ങി പുറത്തു. ദൈവം പറഞ്ഞു വേഗം ഇറങ്ങേ. അങ്ങനെ ഇറങ്ങാത്തവനെ വെളിയിലെടുത്ത് ദൈവം എടുത്തിട്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇനി ഇവിടെ താമസിക്കണ്ട. കാരണം ദൈവത്തിന് ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഭക്തനായ യാക്കോബ് മറ്റുള്ളവരുടെ വൈരാഗ്യവും അവരുടെ പിണക്കും അവരുടെ പ്രസാദമില്ലാത്ത മോന്തയും അവരുടെ വീട്ടിലെ ആഹാരവും അതുപോലെ തന്നെ അവൻ്റെ അളിയന്മാരുടെ വാശിയും വൈരാഗ്യവും ഇതെല്ലാം അനുഭവിച്ച് അവിടെ കിടക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമില്ല, ദൈവത്തിന് താല്പര്യമില്ല. അത് നമ്മളാണേലും അങ്ങനെയാ. മറ്റുള്ളവരുടെ അടിമപ്പെട്ട് കീഴ്പ്പെട്ട് അവരുടെ മുഷിഞ്ഞ മോഹമൊക്കെ കണ്ട് അവരുടെ സന്തോഷമില്ലാത്ത വാക്കുകളൊക്കെ കേട്ട് അവരുടെ കുത്തുവാക്കുമൊക്കെ കേട്ട് അവരുടെ കഞ്ഞിയും കുടിച്ച് അവരുടെ അടുക്കളക്കകത്ത് കിടക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അങ്ങനെ കിടത്താൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. സ്തോത്രം പറഞ്ഞു, വേഗം ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഇറക്കി. ഈ ദൈവം എത്ര വലിയവൻ, ഈ ദൈവം എത്ര വിശ്വസ്തൻ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? യാക്കോബ് പോയി. പക്ഷെ യാക്കോബ് ഒരു ചോദ്യം ചോദിച്ചു ഇറങ്ങുന്നതിന് മുമ്പ്. ദൈവം പൊക്കോളം പറഞ്ഞു. അപ്പൊ ഈ ഭാര്യമാരെ വിളിച്ചു. ലാബാന്റെ 2 പെമ്മക്കളെയാ പുള്ളി കെട്ടിയേക്കുന്നത്. അപ്പം മക്കളോട് ചോദിച്ചു, ദൈവം എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങാൻ, ഞാൻ ഇറങ്ങാൻ പോവാ, നമുക്കെന്നാ വീട്ടിലോട്ട് പോയേക്കാം. ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു പോകാം. ആ 14ാമത്തെ വാക്യം ഒന്ന് വായിച്ചു, 31. റാഹേലും ലേയായും അവനോട് ഉത്തരം പറഞ്ഞത്, അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനിയും ഓഹരിയും അവകാശവും ഉണ്ടോ? അവൻ ഞങ്ങളെ അന്യരായിട്ടല്ലയോ വിചാരിക്കുന്നത്? ഞങ്ങളെ വിറ്റു വിലയും എല്ലാം തിന്നു കളഞ്ഞുവല്ലോ. ഏതെങ്കിലും അപ്പന്മാര് മക്കളെ വിറ്റ് തിന്നുവോ? ആ പെമ്മക്കള് പറയാം ഞങ്ങളെ കൂടെ അപ്പം വിറ്റ് തിന്നുവാ. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സ്വന്തം മക്കള് പറയാണ് ഞങ്ങളുടെ അപ്പൻ എന്തല്ല ശരിയല്ല, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ അപ്പം ശരിയല്ല, ഞങ്ങളെ ഈ വീട്ടിൽ അന്യരായിട്ട് കാണുന്നത്. ഞങ്ങൾക്ക് ഈ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക? ഞങ്ങളുടെ അപ്പം മുതലെടുപ്പ് നടത്തുക, ഞങ്ങൾക്കെതിരായി ഞങ്ങളുടെ അപ്പം പ്രവർത്തിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോകാം എന്ന് യാക്കോബിനോട് പറഞ്ഞു. അവർ യാത്ര തിരിച്ചു. പക്ഷെ ചിന്ത അതല്ല. ചിന്ത 14ാമത്തെ വാക്യം ഒന്നും കൂടെ വായിക്കാം. റാഹേലും ലേയായും അവനോട് ഉത്തരം പറഞ്ഞത്, അപ്പന്റെ വീട്ടിൽ ഞങ്ങൾക്ക് ഇനിയും ഓഹരിയും അവകാശവും ഉണ്ടോ? അവകാശം, അതിനടിയിൽ ഒരു വരയിട്ട്, അതാ വിഷയം. അപ്പൊ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വീട്ടിൽ യാതൊരു അവകാശവും ഇല്ല. സ്വന്തം വീട്ടിൽ മക്കൾക്ക് അവകാശമില്ലേ? ഇല്ല, നമുക്ക് ഇറങ്ങിപ്പോകാം. അവൾമാര് പറഞ്ഞ് ശരിയാ, ഞങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. അപ്പൊ യാക്കോബ് വീണ്ടും ചോദിച്ചു, ഈ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ലേ നിങ്ങൾക്ക്? ഇല്ല. എന്നാ പോയേക്കാം. യാക്കോബ് പറഞ്ഞു. ഇനി ആ 22ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. യാക്കോബ് ഓടിപ്പോയിന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. ഉടനെ അവൻ തന്റെ സഹോദരന്മാരെ കൂട്ടിക്കൊണ്ട് 7 ദിവസത്തെ വഴി അവനെ പിന്തുടർന്നു ഗിലെയാദ് പർവ്വതത്തിൽ അവനോടൊപ്പം എത്തി. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്ന് അവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് കൽപ്പിച്ചു. ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരം അടിച്ചിരുന്നു. ലാബാനും തന്റെ സഹോദരന്മാരുമായി ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരം അടിച്ചു.
ലാബാൻ യാക്കോബിനോട് പറഞ്ഞത്, നീ എന്നെ ഒളിച്ചു പൊക്കളയുകയും എന്റെ പുത്രന്മാരെ വാളാൽ പിടിച്ചവരെ പോലെ കൊണ്ടുപോകുകയും ചെയ്തതെന്ത്? എനിക്ക് പ്രസംഗിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിർത്താൻ പോവാം. ഒറ്റ കാര്യം പറഞ്ഞു. പെമ്മക്കൾ എന്താ പറഞ്ഞേ? ഈ വീട്ടിൽ ഞങ്ങൾക്ക് അവകാശം ഇല്ല. അപ്പം വന്ന് പുറകെ വന്ന് പറഞ്ഞ എന്താ കേട്ടോ നിങ്ങളെ? ആമേൻ. അപ്പം പറഞ്ഞെന്താ? എന്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പം തുടങ്ങുന്നത് തന്നെ അവകാശവാദമാണ്. യാക്കോബേ, ആമേൻ. നിന്റെ ഭാര്യമാരായിരിക്കാം, പക്ഷെ അത് എന്റെ മക്കളാ. അടുത്ത ലൈൻ പറഞ്ഞു കേട്ടോ, എന്റെ കൊച്ചുമക്കളെ, എന്റെ മക്കളെ എടുക്കാനും അവരെ ചുംബിക്കാനും അവരെ യാത്ര അയപ്പാനും എനിക്ക് അവകാശമുണ്ട്. അപ്പൊ മറ്റൊരു പറയുന്ന അവകാശം ഇല്ലെന്ന് പറയുന്നു. അപ്പം പറയുന്ന അവകാശം ശരിയല്ലേ? വല്യപ്പന് കൊച്ചുമക്കളെ എടുക്കാൻ അവകാശമില്ലേ? ഇപ്പൊ നമുക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മുടെ അപ്പൻ എടുക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അവരെ കൊണ്ടു നടക്കാൻ അവകാശമുണ്ട്, അവരെ എടുക്കാൻ അവകാശമുണ്ട്, അവരെ കുഞ്ചിക്കാൻ അവകാശമുണ്ട്. പക്ഷേ മക്കള് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വീട്ടിൽ യാതൊരു അവകാശമില്ല. ലാവാൻ നേരെ തിരിച്ച. ലാവാൻ പറയാ, അതേ എന്റെ മക്കളാ, എനിക്കവരെ എടുക്കാൻ അവകാശമുണ്ട്, എനിക്കവരെ നടത്താൻ അവകാശമുണ്ട്, യാത്ര ചെയ്യിപ്പാൻ അവകാശമുണ്ട്. സ്തോത്രം. അവകാശം പറഞ്ഞ് ലാബാൻ പുറകെ വന്നു. അവകാശമില്ലെന്നാണ് മക്കൾ പറഞ്ഞത്. സ്തോത്രം. ഇപ്പം രണ്ടു കൂട്ടർക്കും പ്രശ്നമായി. യാക്കോബിനും പ്രശ്നമായി, ലാബാനും പ്രശ്നമായി. എന്താ കാര്യം? ലാബാന് പോകാനൊക്കത്തില്ല പുറകോട്ട്, യാക്കോബിന് മുമ്പോട്ടും പോകാനൊക്കത്തില്ല. അവകാശം ഉണ്ടെന്നും പറഞ്ഞ് അപ്പം നിൽക്കുക, എൻ്റെ മക്കളാണെന്നും പറഞ്ഞ് നിൽക്കുക. ആ മക്കളല്ലെന്ന് പറയാൻ ഒക്കുമോ പുള്ളിക്ക്? പറ്റുകയില്ല. സ്തോത്രം. അമ്മേ, 14-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ചോദിച്ചു, ഈ വീട്ടിൽ വല്ല അവകാശമുണ്ട്? ഞാൻ അടുത്ത ആഴ്ച കുറെ ആഴമായിട്ട് പറയാം. ഇപ്പം ഈ 14-ാമത്തെ വാക്യത്തിന്റെ അർത്ഥം മാത്രം പറയാം. അവകാശം മുറിച്ചു മാറ്റിയിട്ട് വേണമായിരുന്നു അവിടെ നിന്ന് പോരാൻ. അമ്മായിയപ്പനെ വിളിച്ചിട്ട് യാക്കോബ് പറയണമായിരുന്നു, ഇനിയും അമ്മായിയപ്പനാണെന്ന് അവകാശം പറഞ്ഞ് എൻ്റെ പുറകെ വരരുതേ, കൊച്ചുമക്കളെ അവകാശം പറഞ്ഞ് എൻ്റെ പുറകെ വരരുതേ, മക്കളെ അവകാശം പറഞ്ഞ് എൻ്റെ പുറകെ വരരുതെന്ന് അത് തീർത്തേച്ച് വേണമായിരുന്നു വരാൻ. യാക്കോബ് അത് പറഞ്ഞ് ലാബാനുമായിട്ട് തീർക്കാതാണ് പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലാബാൻ പുറകെ വന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ദൈവസന്നിധിയിൽ ഇറങ്ങുമ്പോൾ പഴയത് മുറിച്ചു മാറ്റിയിട്ടേ ഇറങ്ങാവുള്ളൂ. ഇല്ലെങ്കിൽ വിശ്വാസ ജീവിതം ശരിയാകില്ല, നമുക്ക് മുൻപോട്ട് പോക്ക് നടക്കില്ല. ആമേ, പ്രൈസലോ. ഒരിക്കലും നമുക്ക് നീങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു, പഴയ സ്വഭാവവും പഴയ ജീവിതവും പഴയ നടപ്പും പഴയതുമെല്ലാം മുറിച്ചു കളഞ്ഞിട്ട് ഈ പണിക്ക് ഇറങ്ങാവുള്ളൂ. സ്തോത്രം പറഞ്ഞേ. ഇല്ലെങ്കിൽ ഇറങ്ങേണ്ടത് ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. നീ എൻ്റെ അടുക്കോട്ട് വരാൻ ദൈവം പറഞ്ഞ് ആരെയും നിർബന്ധിക്കുന്നില്ല. ദൈവത്തെ വേണമെങ്കിൽ മാത്രം മതി. അത് മുറിച്ചു മാറ്റിയില്ലെങ്കിലുള്ള ദോഷം. ഇപ്പൊ ലാബാന് പോകാനൊക്കുവോ പുറകോട്ട്? യാക്കോബിന് പോകാനൊക്കുവോ? വിഷയം തീരണ്ടേ? രണ്ടുപേരുടെ വിഷയം തീരണ്ടേ? വിഷയം തീരണമെങ്കിൽ എന്ത് ചെയ്യണം? മുറിച്ചു മാറ്റിയിട്ട് പറയും, ഇനി മേലാൽ എൻ്റെ അടുക്കലേക്ക് വരരുതെന്ന് പറഞ്ഞ ആ ബന്ധം അവിടെ വെച്ച് കണ്ടിച്ചു കളയണം, എന്നാലേ പുള്ളി പോകത്തുള്ളൂ. സ്തോത്രം പറഞ്ഞേ. ഇങ്ങനെ കിടന്ന് കളിക്കുക ചിലർ. എന്താണെന്നറിയോ? പ്രാർത്ഥനയ്ക്ക് എടുത്തി ആടിയിട്ട് പഴയതൊന്നും മുറിക്കുന്നുമില്ല. സ്തോത്രം. എടുത്തി ആടിയ പുള്ളിക്ക് നേരെ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ചുരുക്കി പറഞ്ഞ എന്തല്ല, ഇടയ്ക്ക് കിടന്ന് ഇങ്ങനെ കുഴയുക. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇപ്പത്തെ ലാബാൻ ഇവിടെ കിടന്ന് യാക്കോബും കുഴയുന്നു, ലാബാനും കുഴയുന്നു. രണ്ടുപേരും ഗിലെയാദ് പർവ്വതത്തിൽ കിടക്കുക. യാക്കോബിന് മുമ്പോട്ട് പോകണമെന്നുണ്ട്, അമ്മായിപ്പനും ഇട്ടേച്ച് പോകണം. അമ്മായിപ്പം മുമ്പോട്ട് പോകണമെന്നുണ്ട്, ഈ പുള്ളി ബന്ധം മുറിക്കണം. ഇനി മേലാ വരരുതെന്നും പറഞ്ഞ് പുള്ളി മുറിച്ചു മാറ്റിയാലേ പോകാനൊക്കത്തുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നിന്റെ ജീവിതത്തിലെ സ്വഭാവം പഴയത് മുറിച്ചിട്ടേ വിശ്വാസത്തിൽ ഇറങ്ങാവുള്ളൂ. നിന്റെ പഴയ നടപ്പ് മുറിച്ചു മാറ്റിയിട്ടേ വിശ്വാസത്തിൽ ഇറങ്ങാവുള്ളൂ. നിന്റെ പഴയ ആരാധന മുറിച്ചു മാറ്റിയിട്ടേ ഈ ആരാധനയ്ക്ക് ഇറങ്ങാവുള്ളൂ. നമ്മുടെ പഴയതെല്ലാം വിടണം. അതിനാണ് യാക്കോബ് ചോദിച്ചത്, അവകാശം ഉണ്ടോ എന്ന് ചോദിച്ചതിന്റെ കാര്യം. ഉണ്ടെങ്കിൽ അത് തീർത്തിട്ട് വേണം പോരാൻ. ഉടനെ അവര് പറഞ്ഞ അവകാശം ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവവൈദ്യലേ, കുറവെന്തേലും ഇരിപ്പുണ്ടോ? എന്തേലും കുറവുണ്ടോ? ഉണ്ടെങ്കിൽ അവകാശം പറഞ്ഞ് അതിന്റെ ഉടമസ്ഥൻ പുറകെ വരും.
പിശാച അതിന്റെ ഉടമസ്ഥൻ. ഹല്ലേലൂയ പറഞ്ഞേ. അതിന് പുറകെ വരും. നമുക്ക് മുമ്പോട്ട് പോകാൻ പിശാച് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ പറഞ്ഞ കാരണം പാപം പുള്ളിയുടേതാ, ദൈവത്തിന് പാപമായിട്ട് ബന്ധമൊന്നുമില്ല. സ്തോത്രം പറഞ്ഞ് ആമേ. ദുഷ്ടതയും അധർമ്മവും വാശിയും പിണക്കും വൈരാഗ്യവും ഇതെല്ലാം പിശാചിന്റെ വകയാണ്. ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് 7 വട്ടം ജപിച്ചോളാൻ. ഹല്ലേലൂയ പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദൈവത്തിന്റെ 3ാമത്തെ സന്ദർശനമാണ് നമ്മൾ കേട്ടത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് അടുത്ത ആഴ്ചയിൽ ഞാൻ ബാക്കി പറയുമ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടും കുറെ കൂടെ. എല്ലാവരും ഒന്ന് മുൻപോട്ട് കയറി നിൽക്കാം. യേശുവേ നന്ദി. ആമേ ആമേ. എല്ലാവരും ഒന്ന് വിശ്വസം മുമ്പോട്ട് കയറിക്കാം കേട്ടോ. ഇച്ചിരി ഇങ്ങോട്ട് കയറി നിൽക്കുക ശിവ. യേശുവേ നന്ദി.